ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം വിഭവങ്ങൾ കാര്യം കേട്ടിട്ടുണ്ട്. ഒരു രക്ഷിതാവ് പറഞ്ഞതാണ്, LP മറ്റേ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും LKG UKG കുട്ടികളെയും കൊണ്ട് ഒരു കോൺവെന്റ് സ്കൂളിൽ നിന്ന് ടൂറ് പോയി, 1 ഡേ ടൂർ. കുട്ടികളൊക്കെ ആവേശത്തിൽ കയറിയിരുന്നു. വൈകുന്നേരം ഒക്കെ ആവേശമൊക്കെ തുറന്നു, ബർത്ത്ഡേ സെക്കാൻ തുടങ്ങി, അമ്മയെ കാണാൻ വൈകി, ആകെ വെപ്രാളമായി. നേരെ 6 മണി 6:30 മണി ഇരുട്ടാൻ തുടങ്ങി, പലരും കരയാൻ തുടങ്ങി. ഒക്കെ തിരിച്ച് വണ്ടി കയറി. കുട്ടികൾ തപ്പാ മൂലം നമ്മുടെ അടുത്ത് ഇപ്പം എത്തുമല്ലോ എന്നുള്ള ആവേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈവർ കയറി താക്കോലിട്ട് ഗ്രൂം ഗ്രൂം പറഞ്ഞു വണ്ടി അവിടെ തന്നെ. വീണ്ടും 2 തിരിക്കും അവിടെ തന്നെ നിൽക്കും. ഡോക്ടറെ ഡ്രൈവറെ എവിടെയൊക്കെ തട്ടി മുട്ടി. സംഗതി ആകെ കുഴപ്പമാണ്. ഒരു വർക്ക്ഷോപ്പും ഇല്ല, യാതൊന്നുമില്ല. കുടുങ്ങി തന്നെ നമുക്കൊന്നും ഇവിടെ കിടക്കേണ്ടതിന് നടന്നെങ്കിൽ കുട്ടിയോട് വല്യമായി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സിസ്റ്റർമാര് വന്നു, മക്കളെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കുട്ടിയോടെ അയ്യപ്പാ ഗുരുവായൂരപ്പാ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു പിടുത്തോ അല്ലെങ്കിൽ അവരെല്ലാവരും വിളിച്ചു. ഡ്രൈവർ വീണ്ടും തിരിച്ചു ക്രൂ ക്രൂ അവിടെ തന്നെ വന്നു. അപ്പോഴേക്കും അടുത്ത സിസ്റ്റർ വന്നു, മക്കളെ നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, കർത്താവിനെ വിളിക്കും, നിങ്ങളൊക്കെ ഏകനായ കർത്താവിനെ വിളിക്കും. ഞങ്ങൾ വിളിച്ചാൽ കൂടെ വിളിക്കും, ആത്മാർത്ഥമായിട്ട് വിളിച്ചു. 10 മിനിറ്റ് വിളിച്ചില്ല, താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ടായി. കാരണം ഡ്രൈവറെല്ലാം സൂത്രടിക്കണത്. വണ്ടി സ്റ്റാർട്ടായി, 10 മിനിറ്റ് വിളിച്ചില്ല, വണ്ടി സ്റ്റാർട്ടായി. ആ പിഞ്ചു കുട്ടികളുടെ നിഷ്കളങ്കതയും മതം കലർത്തിയതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതിനെ അംഗീകരിക്കാൻ നമുക്ക് ദേശം ബുദ്ധിമുട്ടുണ്ട്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയിലെ മാതൃത്വത്തിന്റെ നോവില്, വൈധവ്യത്തിന്റെ ചാരിത്രത്തില് ഇതിനൊക്കെ മതത്തിന്റെ നിറം കൊടുക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വർഗീയവാദികളായി പോകുന്നത്. അല്ലാതെ ഒരാളോടും നമുക്ക് ആർക്കും അഭിപ്രായം, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു മതവിഭാഗങ്ങളോടും. പക്ഷെ ഇതൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമാണ്. അത്രേ ചോദ്യം. ഒരു പക്ഷേ 12ാം നൂറ്റാണ്ടിലോ 13ാം നൂറ്റാണ്ടിലോ പോട്ടെ, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ പറഞ്ഞു. ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തിന് ഇതൊക്കെ ഭൂഷണമാണോ എന്ന് ഇനിയെങ്കിലും നമുക്ക് ചിന്തിക്കാനാണ്. മറുഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും ഏറെ അറിയാവുന്നു, പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി പ്രേമിച്ച് പ്രലോഭിപ്പിച്ച് ആയിരക്കണക്കിന് കുട്ടികളെ കൊണ്ടുവന്നു. കൗമാര സ്വപ്നങ്ങളിൽ, യൗവന വികാരങ്ങളിൽ മതം കലർത്തുമ്പോൾ അതിനെ മതേതരത്വം എന്ന് പറയാൻ വയ്യ. ഒരു കുട്ടി തൻ്റെ ശരീരം വളരുമ്പോൾ, തൻ്റെ ഹോർമോണുകൾ വളരുമ്പോൾ, തീർച്ചയായും അത് മാറുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാകും, സ്വന്തം ഇണയെ പറ്റിയിട്ട്, സ്വന്തം ജീവിതത്തെ പറ്റിയിട്ട്. അത് നൈസർഗികമായ വാസനയാണ്, അത് ജീവസഹജമാണ്. പക്ഷെ അതിന് മതത്തിന്റെ നിറം കൊടുക്കുക, അവരെ കൂടി ഇത്തരം ചില കുടുക്കുകളിലേക്ക് കൊണ്ട് ചാർത്തുമ്പോൾ നമ്മുടെ ഭാഷ പരിചയമായി പോകും. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രാവശ്യത്തെ സെൻസസിന് കണക്കെടുക്കാൻ വേണ്ടി വീടുകളിൽ പോയി. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് അൻസാർ കോളനി എന്ന് പറഞ്ഞൊരു കോളനിയിൽ ഈ ടീച്ചർ പോയി. അപ്പോൾ അച്ഛൻ്റെ വിവരം കൊടുക്കണം നിർബന്ധമായിരുന്നു. സെൻസസിൽ അച്ഛൻ്റെ വിവരം കൊടുക്കണം. കുട്ടിയുടെ പേര് സൈനബയാണ്, മറിയയാണ്, നബീസയാണ്. അച്ഛൻ്റെ പേര് മാധവൻ നമ്പൂതിരി, കൃഷ്ണൻ നായർ. അച്ഛൻ്റെ പേര്, മകള് സൈനബ, നബീസ. ആകെ പർദ്ദയിൽ മൂടി. അങ്ങനെ ഒരു കോളനി തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് തോന്നാവുന്ന ഒരു കോളനി. ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ, ഒരു ഗതി പരഗതി ഇല്ലാത്തവൻ പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ താമസിപ്പിക്കുന്നു. ആരിതിൻ്റെ പേര്? ഇവൻ ആകാശത്തുനിന്ന് സ്വർണ്ണമൊന്നും കൊള്ളിയൊന്നും ഉണ്ടാവില്ല, ഉമ്മറത്ത് കാറ് നോക്കുന്നു. ആ ടീച്ചർ തികഞ്ഞ മതേതരവാദിയായിരുന്നു. സെൻസസ് എടുക്കുന്നത് വരെ. സെൻസസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്നവർക്കും ചില വാസ്തവം ഉണ്ട് എന്നുള്ളത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അറിയുന്നു. ഒരു പട്ടിക്ക് വരെ കൊണ്ട് അടുത്ത പ്രാവശ്യം കല്ലെടുക്കുമ്പോൾ അറിയാം നിന്നെ അറിയാനാണ്. ഈ വേഗബുദ്ധിയുള്ള മനുഷ്യന് അതിൽ കൂടുതൽ അറിയണ്ടേ? അപ്പോഴല്ലേ ഇപ്പൊ മനുഷ്യനല്ല. എത്ര പ്രാവശ്യം കൊണ്ടാലും പഠിക്കുമെന്ന് വിചാരിച്ചിരുന്ന പിന്നെന്താ മനുഷ്യന് പട്ടിക്ക് പോലും വേഗബുദ്ധിയുണ്ട്. എന്നെ അറിയാനാണ് കുമ്പിടുന്നത്. അത് ഓർഡാ ഓട്ടോളൂ, കുമ്പിട്ടാൽ ഓർഡാ ഓട്ടോളൂ. അത്രയും നമ്മളൊക്കെ പഠിക്കണ്ടേ? കുമ്പിടുമ്പോൾ അത് ഇന്നതിനാണ് എന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് തളർന്നു. ഇസ്ലാമിക ഭരണകാലഘട്ടത്തെക്കാൾ, യൂറോപ്യന്മാരുടെ ഭരണകാലഘട്ടത്തെക്കാൾ ഇന്ന് തളരുകയാണ് ചെയ്തത്. അന്ന് ഒരു നിവൃത്തിയില്ലെങ്കിലും പൊരുതാൻ അറിയാമായിരുന്നു. ഭാവനയാണെങ്കിലും വള്ളത്തോളിന്റെ ഭാവനയിൽ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വള്ളത്തോളിന്റെ ഭാവനയിൽ പറഞ്ഞത് മറ്റേ ബാബറിന്റെ പുത്രനായ ഹുമായൂണിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ തൊഴിലിറങ്ങുന്ന ഒരു വീട്ടമ്മയെ, ഒരു ഗൃഹനാഥയെ അദ്ദേഹത്തിന്റെ സേനാനായകനായ ഉസ്മാൻ ഖാൻ പിടിച്ചോണ്ട് പോവുകയാണ്. അപ്പൊ അതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നൊന്നും പിടിച്ചു, അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ഇഷ്ടമാണെന്നുള്ളത് തന്നെ പിടിച്ചോണ്ട് പോണത്. നേരെ കൊണ്ടുപോയി ചക്രവർത്തിക്ക് സമർപ്പിക്കുക. സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഹുമായൂണിന്റെ വായിലും വെള്ളമൊക്കെ വന്നു കാണും. പക്ഷേ ധീരതയോടുകൂടി അമ്മ പ്രതികരിച്ചതായാണ് വള്ളത്തോളിന്റെ തൂലിക നമ്മളോട് പറഞ്ഞത്.
അവർ ധൈര്യമായി പറഞ്ഞു, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കൊരു ഭർത്താവുണ്ട്, ആ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടവളാണ്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. ഡൽഹി സിംഹാസനത്തിൽ വാണരുതെന്നൊരു ചക്രവർത്തിക്ക് മുന്നിൽ അത്തരത്തിൽ പറയാനുള്ള തന്റെ ഭാരത സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഒരു കവി വെറുതെ വിഭാവനം ചെയ്യില്ല, ഉള്ളത് തന്നെ വിഭാവനം ചെയ്തു. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കണം. അവിടെ നായം ചക്രവർത്തിക്ക് പോലും, ഏകഛത്രാധിപതിയായി വാണിരുന്ന അദ്ദേഹത്തിന് പോലും മനസ്സ് മാറേണ്ടി വന്നു. അദ്ദേഹം തൊഴു കൈകളുമായിട്ട് ആ സാധ്യയോട് മാപ്പിരന്നു എന്നാണ് വള്ളത്തോട് പറയുന്നത്. മാപ്പിള മാർ ചെയ്ത തെറ്റു കൊടുത്തു നീ മാപ്പി ഹുമായൂണിലേകിയാലും, മാപ്പിള മാർ ചെയ്ത തെറ്റു കൊടുത്തു നീ മാപ്പി ഹുമായൂണിലേകിയാലും. 10,000 കുടുംബങ്ങളില് മാതാപിതാക്കളെ കണ്ണിൽ നിന്ന് ചോര ചാടിച്ച് നിൽക്കുമ്പോ കഴിയുന്നുണ്ടോ നമുക്ക് മാപ്പിള മാർ ചെയ്ത തെറ്റു പുറത്ത് ആരെങ്കിലും മാപ്പ് ചോദിക്കാനാവുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ? ഇനി എത്ര കണ്ണീര് വീഴും നമുക്ക്? ഇനി എത്ര കുടുംബങ്ങൾ തകരണം? നാളെ എന്റേതാണ്, നിങ്ങളുടേതാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചിന്ത, പക്ഷെ അവനവന്റെ വീട്ടിലാകുമ്പോൾ അത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പൊ ഇത് എനിക്ക് ബാധിക്കും ഈ രോഗം എന്ന് ചിന്തിക്കാൻ സമാജത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും പ്രതിരോധ നടപടികൾക്ക് തയ്യാറാകുമായിരുന്നു. ഇസ്ലാമിക സമാജം ശ്രദ്ധിക്കേണ്ടത് കാണാൻ നമുക്ക് പഠിക്കണമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറ്റപ്പെടുത്തുക മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കേസുകൾ നടക്കുന്നു. അതിലൊന്ന്, ഒരു മുസ്ലിം യുവാവ്, അവിടെ ചില ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, മുസ്ലിം ചെറുപ്പക്കാർ കാവ്യം കൊണ്ടുകൊടുക്കും. അപ്പൊ ഇവൻ വയറിന് പണിക്കാരൻ, ഇവൻ കാവ്യം കൊണ്ടപ്പെടുത്ത് വയറിന് പണിക്ക് വന്നപ്പോ ഭാര്യ കുറച്ച് കഴിയുമ്പോൾ 11 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചു. അപ്പൊ അവൾക്ക് പിറ്റേ ദിവസം എന്തോ കല്യാണം എന്തുകൊണ്ട്, അപ്പൊ എവിടെയൊക്കെ വന്ന് പോകണം, ബ്യൂട്ടി പാർലർ പോകണം, അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ശരി നീ ഉച്ചയ്ക്ക് പണിസ്ഥലത്തേക്ക് വാ, നമുക്ക് പോവാം. മുസ്ലിം ചെറുപ്പക്കാരൻ. ഇവിടെ ഉച്ചയ്ക്ക് പണിസ്ഥലത്തേക്ക് ചെന്നപ്പോ ഇവന്റെ ബൈക്കില് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഇവളെയും കൂട്ടി പോയി. അവൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി, പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് ഐസ്ക്രീം പാർലർ, കുഞ്ഞാലിക്കുട്ടിയുടെ അല്ല, ഐസ്ക്രീം പാർലറിൽ കഴിക്കുന്ന എന്തൊക്കെയോ കഴിച്ചു. പക്ഷെ ഇതൊക്കെ ആരോ വാച്ചിരിക്കുന്നതാണ്. അവർ നോക്കുമ്പോ കാല് കൊണ്ടെടുത്തൊരു ചെറുപ്പക്കാരൻ പർദ്ദയിട്ടൊരു സ്ത്രീയുമായിട്ട് എന്നെ നടക്കുന്നു. അവിടുന്ന് ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങലും എടുത്തിട്ട് പൂശി കഴിഞ്ഞു. മുസ്ലിം ചെറുപ്പക്കാരനെ അടിച്ചു. കാവ്യം കൊണ്ട് എടുത്തോന്റെ കൂടെ പർദ്ദയിട്ട സ്ത്രീയെ കണ്ടപ്പോ എത്രമാത്രം അവർ ശ്രദ്ധിക്കുന്നു. അടുത്ത കേസ് ഇവിടെ തന്നെയാണ്. അത് 2 ഹിന്ദുക്കളാണ്. ലേശ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതാണ്. ബോയ് ഫ്രണ്ടുമായിട്ട് ഒന്ന് സിനിമയ്ക്ക് പോയതാണ്. അപ്പൊ ഈ കാര്യം പോയതെന്ന് മനസ്സിന്റെ ഉള്ളിൽ പരിഭ്രമുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെങ്കിലും കാണു വെച്ചിട്ട് ഈ കുട്ടി എത്തിയിട്ട് ഈ ഷാളിന്റെ തല എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു, തലയെക്കൂടി ഇട്ടു. സിനിമ എന്നെ ആരും തിരിച്ചറിയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. ആളെ നോക്കി നല്ല ചന്ദനപ്പൊട്ടൊക്കെ ഒരു പയ്യനപ്പുറത്ത് തലയെക്കൂടി മുണ്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ത്രീ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിന് ചില ചേഷ്ടകളൊക്കെ മറ്റുള്ളവർക്ക് പിടിക്കാൻ പറ്റുന്ന ചേഷ്ടകളൊക്കെ നടന്ന് കാണാം. ഇന്റർവെല്ലിൽ വെളിച്ചം വന്നത് വണ്ടി കഴിഞ്ഞു. കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടു ഹിന്ദു ചെറുപ്പക്കാരൻ വേണ്ടാത്ത വിധത്തിൽ നടക്കണമെന്നാണ്. എത്രമാത്രം ശ്രദ്ധിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ പോയിട്ട് അതൊക്കെ മതേതരത്വത്തിന്റെ അക്കൗണ്ടിൽ അങ്ങനെ എഴുതി തള്ളി നമ്മൾ ആശ്വസിക്കുക. ഭരണകർത്താക്കൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും പ്രതികരിക്കാനില്ല, ആർക്കും പ്രതിഷേധിക്കാനില്ല. പ്രതികരിച്ചാലും പ്രതിഷേധിച്ചാലും വല്ലവരുടെയും ഗുഡ് ബുക്ക് നിന്ന് ഇറങ്ങിപ്പോയാലോ, മതേതരത്വം നമ്മളിൽ നിന്ന് പോയിപ്പോയാലോ എത്ര നാൾ ഈ ഭാരം നമ്മൾ ചുമക്കും? മതേതരത്വം വേണം. ഈ നാടിനെ മതേതരത്വം പഠിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാ മതത്തെയും തുല്യമായി കണ്ടത് ഇവിടെയാണ്. ഒരു ഗതിയും പരഗതിയില്ലാതെ ഇവിടെ വന്നവരെയൊക്കെ തന്നെ അവരുടെ പുസ്തകം ഏതെന്ന് ചോദിക്കാതെ, ആചാര്യൻ ഏതെന്ന് ചോദിക്കാതെ, ഈശ്വരൻ ഏതെന്ന് ചോദിക്കാതെ 2 കയ്യിൽ നീട്ടി സ്വീകരിച്ച നാട് നമ്മുടെ നാടാണ്. ആ നാടിനെ അത് കഴിയുള്ളൂ. അവിടെ മതേതരത്വം പഠിപ്പിക്കാനും പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും സഹിക്കുന്നതിന് മതേതരത്വം എന്ന് പറഞ്ഞു പോകും. ഒരാളെ എതിർക്കണ്ട. ഒരു മുസ്ലിം കൂടുതൽ നല്ല മുസൽമാനാണ്, ഒരു ക്രിസ്ത്യാനി കൂടുതൽ നല്ല ക്രിസ്ത്യാനിയാണ്. അതിനെയൊന്നും ഹിന്ദുവാക്കുന്നത് നമ്മുടെ കടമയല്ല, നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതുമല്ല. അതൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. നമ്മളെക്കാൾ ശക്തനാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മതം നിശ്ചയിച്ചത് ഞാനല്ല, ഈശ്വരനാണ്. ഞാൻ ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണം എന്റെ ആഗ്രഹപ്രകാരമല്ല, ഈശ്വരൻ നിശ്ചയിച്ചത്. എന്നെ ഗർഭപാത്രത്തിൽ ചുമക്കുമ്പോൾ എന്റെ അമ്മ ചെയ്ത ആചാരങ്ങളെ തുടങ്ങുന്നു എന്റെ മതം. അത് എന്റെ ഇഷ്ടപ്രകാരമല്ല, അത് നിശ്ചയിച്ച ദൈവമാണ്. ആ ദൈവത്തിന് നിശ്ചയിക്കാം എങ്ങനെയാണ് വായിക്കരിയിട്ട് പോകേണ്ടത്. അപ്പൊ ദൈവം വിധിക്കുകയാണ്. ഹിന്ദുക്കൾ മോശമാണെങ്കിൽ, വിഗ്രഹാരാധന തെറ്റാണെങ്കിൽ, ബഹുദൈവ ആരാധന പാപമാണെങ്കിൽ ദൈവം നിശ്ചയിച്ചോട്ടെ. ഇനി മുതൽ ഹിന്ദു സ്ത്രീകളാരും പ്രസവിക്കണ്ട. നമുക്ക് അംഗീകരിക്കാം, ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കാം. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റിനെ ഹിന്ദുമാരുടെ ഈ പ്രവർത്തനത്തെ അംഗീകരിക്കണം. എണ്ണം കൂട്ടാൻ, എണ്ണം പുറത്താക്കാനുള്ള ഈ തീരുമാനത്തെ ഇന്ന് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ചെയ്യുന്നു. നാളത്തെ സ്ഥിതിയോ
ചിന്തിച്ചു നോക്കുക. ഇവിടുത്തെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ പഠന ശീലത്തിൽ കൊണ്ടുപോകുക. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പലതും, നല്ല ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മതം മാറ്റത്തിന്റെ കേന്ദ്രം. അവിടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന കുട്ടി ഈ കുട്ടി ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത് വൈദ്യശാസ്ത്രത്തെ പറ്റിയല്ല, രോഗത്തെ പറ്റിയല്ല, മരുന്നിനെ പറ്റിയല്ല. അടുത്തിരിക്കുന്ന കുട്ടിയെ എങ്ങനെ എന്റെ മതത്തിലേക്ക് മാറ്റാമെന്നതിനെ പറ്റി ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മീന എന്നൊരു ബ്രാഹ്മണ യുവതിയെ ആമിനയാക്കി മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ഒന്നല്ല, അനവധി. ആ ആമിന ഇന്ന് ഇസ്ലാമിക സംഘടനകളുടെ ഇഷ്ടപ്പെട്ട മതപ്രഭാഷകൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചൂണ്ടിയതാണ്. അങ്ങനെ പലരെയും കിട്ടുമ്പോൾ അവരിങ്ങനെ വല എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഒരെണ്ണം കുറഞ്ഞിട്ട് നമുക്ക് വിഷമമില്ല. പക്ഷെ ഒരു മീനയെ ആമിനയാക്കാനുള്ള മനസ്സുമായി തൊട്ട കസേരയിലിരുന്ന് വൈദ്യശാസ്ത്രം പഠിച്ച കുട്ടി നാളെ സ്റ്റെതസ്കോപ്പ് നോക്കി ഡോക്ടറായി സമാജത്തിൽ ഇറങ്ങിയാണ് ഏത് രൂപത്തിൽ ചികിത്സയായിരിക്കുന്നെങ്കിൽ നമ്മുടെ കുട്ടികളെ എന്ത് വിശ്വസിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുപോകുന്നു? അവരുടെ പ്രജനനശേഷി നശിപ്പിക്കില്ല എന്നായിരുന്നു. കാരണം എണ്ണം കുറയ്ക്കാനേ ഭാവിയിൽ പുറത്ത് മക്കളുടെ വണ്ണം വെച്ചാൽ പോലെ കുഞ്ഞുനാളിലെ വല്ല മരുന്ന് കൊടുത്ത് പ്രജനനശേഷി നശിപ്പിക്കില്ല എന്നായിരുന്നു. മാരകമായ രോഗത്തിന്റെ വിത്തുകൾ കടത്തിവിടില്ല എന്ന് ആര് കണ്ടു? കാരണം ഒരു മീനയെ ആമിനയാക്കാൻ അതുപോലുള്ള മീനമാരെ ഇനിയും കിട്ടുമോ എന്ന് നോക്കി ആ മനസ്സുമായിരിക്കുന്നവനാണ് സമാജത്തിന്റെ രക്ഷകരായി മാറേണ്ട ഈശ്വരനെ പോലെ വരേണ്ട ഡോക്ടറാകുന്നത്. അവിടെ പോലും ഇത്തരത്തിലുള്ള നെറികെട്ട കളികൾ നടത്തുമ്പോൾ അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക്, ഹിന്ദുത്വ അഭിമാനമുള്ളവരോട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയേണ്ടി വരും. അത് ഇസ്ലാമിനെ ഇല്ലാതാക്കാനല്ല, ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കാനല്ല, ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി. ഏത് രാഷ്ട്രീയം എന്ന് വെച്ചോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയമാകാം. മുസ്ലിങ്ങൾക്കൊക്കെ രാഷ്ട്രീയമില്ല, ക്രിസ്ത്യാനികൾക്കൊക്കെ രാഷ്ട്രീയമില്ല, പല രാഷ്ട്രീയമില്ല. നമുക്ക് പല രാഷ്ട്രീയമാകാം. കോൺഗ്രസ് ആകാം, കമ്മ്യൂണിസ്റ്റ് ആകാം, BJP ആകാം, കുഴപ്പമില്ല. ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോകണമെന്നില്ല. മുസ്ലിം ലീഗിന് ഒറ്റ MP പാർലമെന്റിനുള്ളൂ, ഒറ്റ MP. പക്ഷെ എല്ലാ MP മാരും പാർലമെന്റ് മൊത്തം മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എന്താ ഉണ്ടാകാത്തത്? ഒറ്റയാളുള്ളൂ, പക്ഷെ അയാളേക്കാൾ തീവ്രമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കും. ഇതെന്തുകൊണ്ട്? അങ്ങനെ ഒരു അവസ്ഥ സംജാതമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് നമ്മൾ മനുഷ്യരാണെന്നൊരു ബോധം, നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടായി എന്നൊരു ബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് ഭൂരിപക്ഷം ഭിന്നത്തിനാ പോളിംഗ് ബൂത്തിൽ പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നും മതേതരത്വപ്പെടുന്നു. ആര് കണ്ട് മതേതരത്വം? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ 4 മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് പറയുന്നതല്ല. പക്ഷെ ഇവിടെ ആർക്കൊണ്ട് മതേതരത്വം? കേരളത്തിലെ 2 മുന്നണികളെ നോക്ക്. വെറുതെ അത് രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളെ പലർക്കും പല രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ഞാൻ അതിനെ ഒന്നും കൗണ്ടർ ചെയ്യുകയും ഒന്നിനെ അനുകൂലിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ ചിന്തിച്ചു നോക്കുക, കേരളത്തിൽ ആർക്കൊണ്ട് മതേതരത്വം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MM ഹസൻ എന്ന കോൺഗ്രസ്സുകാരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം ആഗ്രഹിച്ചതാണ്, സീറ്റ് വേണം, സീറ്റ് നിഷേധിക്കപ്പെട്ടു. കാരണം 140 സീറ്റേ ഉള്ളൂ. മറ്റേ സഖ്യകക്ഷിയൊക്കെ ഒപ്പം കൊടുക്കാൻ നക്കാപ്പിക്കോട്ട് വേണം എല്ലാവരും അധികാര പണികളെ തൃപ്തിപ്പെടുത്താൻ. 14,000 അവകാശവും ഉണ്ടാവുക. ചിലർക്ക് കിട്ടില്ല, സ്വാഭാവികം. പക്ഷെ MM ഹസന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിലെ മുസ്ലിം കോൺഗ്രസ്സുകാർ യോഗം കൂടി ഇറങ്ങാൻ കൊടുത്ത്. അതെന്ത് കോൺഗ്രസ്സുകാരപ്പ? മതേതരത്വം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം കോൺഗ്രസ് തലയെക്കുഞ്ഞി പറ്റിയിരുന്ന MM ഹസനൊന്നും സീറ്റ് കൊടുത്തില്ല പറഞ്ഞു. അവർ ബഹളം കൂട്ടി. ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണമെന്ന്. ഇപ്പൊ MM ഹസന് മതേതരത്വം വരുത്താൻ കഴിയുന്നു, മുസ്ലിം കോൺഗ്രസ്സുകാർക്ക് വരാൻ കഴിയുന്നു. പാലക്കാട് ഏറ്റവും വലിയ ഹിന്ദു വോട്ടുള്ള പാലക്കാട് മണ്ഡലം, പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗോപിനാഥ്, അദ്ദേഹം അവിടെ സീറ്റിന് ആവശ്യപ്പെട്ടു. സീറ്റ് നിഷേധിക്കപ്പെട്ടു. കുറെ കാലങ്ങളായി നിഷേധിക്കുന്നു. അങ്ങനെ വെക്കുന്നു. കോൺഗ്രസിലെ ഹിന്ദുക്കൾ യോഗം ചെയ്തിരുന്നു. ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടർമാരുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ KSUവിലൂടെ കൊടി പിടിച്ചു വന്ന ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി ഗോപിനാഥിന്റെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഗോപിനാഥിന്റെ സ്ഥാനത്ത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. കഴിയുമോ കോൺഗ്രസിലെ ഹിന്ദുക്കൾക്ക് സമ്മേളിക്കാൻ? ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ? കഴുത കാമം കരഞ്ഞു നിൽക്കണമാതിരി പാവങ്ങൾ വാതിലടച്ച് കരയുക. ഞങ്ങളെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഫോൺ ചെയ്താൽ പറയും ഞങ്ങളുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ്, വൃത്തിയില്ലല്ലോ, അങ്ങനെയല്ലേ? അകത്ത് മാത്രം വെച്ച് കരയാൻ, ഉള്ളും തേങ്ങുമ്പോഴും പുറത്തേക്ക് മതേതരത്വത്തിന്റെ ചിരി ചിരിക്കാൻ അവരൊക്കെ നിർബന്ധിതരാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് PC ചാക്കോ പെട്ടെന്ന് വന്നൊരു പത്രസമ്മേളനം നടത്തി. പ്രത്യേകിച്ച് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് തുറന്നു വന്നൊരു പത്രസമ്മേളനം നടത്തി. പത്രക്കാർ ചോദിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരവാണ് PC ചാക്കോ പറഞ്ഞത്. PC ചാക്കോ പറഞ്ഞെന്താ അറിയാം? രമേശ് ചെന്നിത്തല മത്സരിച്ചത് മുഖ്യമന്ത്രി ആവാനൊന്നുമില്ല. പത്രക്കാരെ ചോദിച്ചിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി ആവാനൊന്നുമല്ല, അദ്ദേഹത്തിന് പാർലമെന്ററി മോഹം കൊണ്ട് നിൽക്കുക. ഇതെന്തിനാ PC ചാക്കോ പെട്ടെന്ന് എന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നായിരുന്നില്ലല്ലോ. അതിനൊറ്റ കാര്യമുള്ളൂ,
PC ചാക്കോ അടിവരയിട്ട് പറയുമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ്, രമേശ് ചെന്നിത്തലയല്ല. എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിയുടെ തലയിൽ PC ചാക്കോയുടെ തലയിൽ വീണത് ഒരേ മാമോദിസ വെള്ളമായതുകൊണ്ട് ആ വെള്ളം രമേശ് ചെന്നിത്തലയുടെ തലയിൽ വീഴാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയാണ്, മറ്റൊരാളല്ല. ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ വിഷയം വരാതെ. അപ്പൊ ആര് മതേതരന്മാരാകുന്നു? ഒരു പിടി ഹിന്ദുക്കളല്ലാതെ. ഈ മറുഭാഗത്ത് LDFിനെ നയിക്കുന്ന CPMന്റെ സ്ഥിതിയോ? പാവങ്ങൾ കാലങ്ങളായി പുറകെ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ആര് കൂട്ടാക്കുന്നു, എവിടുന്ന് കിട്ടുന്നു, ആരെ മതേതരനാക്കാൻ കഴിയും? ചിന്തിച്ചു നോക്കൂ. മലപ്പുറം ജില്ലയില് പ്രത്യേക മീറ്റിങ്ങുകൾ വിളിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട്. ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി എനിക്കറിയാം. 16 ഗ്രാമപഞ്ചായത്തിലെ മലപ്പുറം ജില്ലയിലെ CPM പറഞ്ഞ സാധനം മരുന്നിന്. അതേസമയം കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളും എതിരെയാണ്. ഇതെന്തുകൊണ്ട്? അവിടുത്തെ ജനസംഖ്യ എന്ന് പരിശോധിച്ചാൽ മതി. കണ്ണൂരിലെ ജനസംഖ്യ മലപ്പുറത്തെ ജനസംഖ്യ എന്ന് പരിശോധിച്ചാൽ സംഗതിനെ കണക്കുവശപ്പെടുത്താൻ കിട്ടും. കോട്ടയം ജില്ലയിലെ 12 ഗ്രാമപഞ്ചായത്ത് CPM എന്ന് പറഞ്ഞൊരു സാധനം മരുന്നിന്. എന്തൊക്കെ ചെയ്തു, എന്തെങ്ങനെയൊക്കെ പുറകെ പോയി. പക്ഷേ അവരുടെ മനസ്സ് കീഴടക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഇനി കൂടെ നിർത്തി പലരെയും തേരിലേറ്റി കൊണ്ടുപോയി. കണ്ണൂർ ജില്ലയിലെ അടികൊണ്ട് കൊലപാതകം നടത്തി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ച എത്ര സഖാക്കളുണ്ട് കണ്ണൂർ ജില്ലയിൽ. അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അബ്ദുള്ള കുട്ടിയെ SFIയുടെയും DYFIയുടെയും കടന്നു വന്ന അബ്ദുള്ള കുട്ടിയെ 2 പ്രാവശ്യം ഇൻകുലാബിന്റെ ആരവത്തോടെ പാർലമെന്റിലേക്ക് അയച്ചു. ഇറങ്ങി വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന കണ്ണീർ മുഴക്കി അബ്ദുള്ള കുട്ടി പോയ വഴിയില്ല, അന്തി പോയ അണ്ണാനെ പോലെ ഇവര് നോക്കി. ആലപ്പുഴയിലെ പുന്നപ്രവേലാറിന്റെ മണ്ണില് എത്രയോ ധീര രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് CS മനോജ് എന്ന പള്ളി പ്രാസംഗികനെ കൊണ്ടുപോയിട്ട് ഇത് തന്നെ ചെയ്യുന്നു. CS മനോജ് അങ്ങോട്ട് ഇൻകുലാബിന്റെ ആരവത്തിൽ പോയി ഇങ്ങോട്ട് അല്ലേലുയാന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഒരു പള്ളി പ്രാസംഗികനായി പോയപ്പോ വീണ്ടും ഏർപ്പെട്ട് നോക്കേണ്ടി. SFIയുടെയും DYFIയുടെയും കേരളത്തിന്റെ ഝാൻസി റാണിയായി വാഴ്ത്തിയ സിന്ധു ജോലി, ഝാൻസി റാണിയായി കേരളത്തിന്റെ പടിവാള ഓരോ വാദിപ്പിൽ എത്തിച്ചതാ കോളേജുകളുടെ. പക്ഷെ ഝാൻസി റാണി സഭക്കാരെന്ന് പറഞ്ഞപ്പോ അല്ലേലുയാന്ന് പാടി താൻ ആർക്കെതിരെയാണോ മത്സരിച്ച് ഉമ്മൻചാണ്ടിയുടെ കാൽച്ചോട്ടി വന്നപ്പോ പാവ സഖാക്കളെ ചീമുട്ട എറിയാൻ പറഞ്ഞു നടക്കുക. ഈ ഗതികേട് ആദ്യം തിരിച്ചറിയേണ്ട ഉള്ളിലിരിപ്പ് എന്താ? അതൊക്കെ എങ്ങട്ടാ പോണെ? എങ്കിൽ ഇങ്ങനെ വല്ല ഗതികേടും ഉണ്ടാകുമായിരുന്നു. കണ്ണൂര് പിലാപ്പറയുടെ ഒരു പൊതുയോഗത്തിന് ഞാൻ ചെന്നപ്പോ ഞാൻ അന്തമിട്ട് പോയി. ഇവിടെ എന്താ ഇന്ത്യ പാക്ക് അതിർത്തി ചെന്നു. കാരണം തോക്കൊക്കെ ആയിട്ട് അങ്ങനെ പട്ടാള നിൽക്കണമായിട്ട് അങ്ങനെ കവർ ചെയ്ത് നിൽക്കുക. എനിക്കെന്ന് വരുമ്പോൾ ഇതൊക്കെ എനിക്കെന്ന് സുരക്ഷയാണ് ചോദിച്ചപ്പോൾ എനിക്കുള്ളതല്ല. തലേ ദിവസം സിന്ധൂരി അവിടെ പ്രസംഗിച്ച് തീമുട്ടയേറും ഏറുമൊക്കെ നടന്നു. പിന്നെ ഇന്നും അങ്ങനെ വല്ല ഉണ്ടായാലും വെച്ചിട്ട് 4 കൊല്ലം കവറിൽ നിൽക്കും. എനിക്ക് കഷ്ടം തോന്നി പാവപ്പെട്ട അവരുടെ അവസ്ഥയെ പറ്റിയിട്ട്. ഇവരെയൊക്കെ ഏറ്റി ചുമന്ന് നടന്നിട്ട് ഇവരിൽ ആരിലും മതേതരത്തുണ്ടായില്ല. CPIയുടെ എല്ലാമായിരുന്നു റഹ്മത്തുള്ളൂ. മലപ്പുറം ജില്ലയിൽ എല്ലാമായിരുന്നു. ഹൗസിംഗ് ബോർഡ് ചെയർമാനായിരുന്നു. പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി വന്നതിന്റെ പിറ്റേ ദിവസം അതൊക്കെ ഇൻകുലാബിന്റെ ആരവത്തിൽ നിന്ന് റഹ്മത്തുള്ള അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാലക്കാട് തങ്ങളുടെ പടിപ്പരയിൽ പോയി സാഷ്ടാംഗം വീണപ്പോ CPIക്കാരും അന്തപ്പെട്ടു. ഇതാണ് ഇപ്പൊ തിരിച്ചറിയുക. നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ പരിവർത്തനം വരുത്താൻ ഒന്നാണ്. പ്രശ്നങ്ങൾ പറഞ്ഞ് സമയം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് എനിക്ക് തീർച്ചയായും ഉണ്ട്. പ്രശ്നങ്ങളിൽ ജനിച്ച് പ്രശ്നങ്ങളിലൂടെ